ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ബലൂൺസ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബലൂൺസ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ബലൂൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത്രയൊന്നും വേണ്ട, ഒരു ബലൂൺ മതി. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഫ്ലവേഴ്സാണ്. ഒറിജിനൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഫ്ലവർ, ഈ ബലൂൺസിൽ ഇടാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ ഫ്ലവറോ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള സിൽക്കോ അങ്ങനെ എന്തായാലും മതി. അത് നമ്മൾ ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലവേഴ്സ് അപ്പോൾ നമ്മളെല്ലാവരും ഇട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറച്ച് ബലൂണിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലത്തെ വെള്ളം ഓണാക്കാമ്പോൾ ഇതിനെ വീർത്ത് വരും. പൊട്ടാത്ത തരത്തിലുള്ള അത്യാവശ്യം വലിപ്പമാവണ വരെയും ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു അത്യാവശ്യം വലിപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ പൊട്ടൂല എന്നൊരു തോന്നലുണ്ടാവില്ല. അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പാക്കുക. അതിങ്ങനെ അടുത്ത് കെട്ടി വെക്കാം. കുറച്ചുകൂടി ഒഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ എനിക്ക് പേടിയായിട്ടാണ്, ഇത്രയും മതി. കുറച്ചുകൂടി വെച്ചാൽ പൊട്ടിപ്പോയാലോ എന്നൊരിത്, അതുകൊണ്ട് ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുള്ളൂ. അതാണ് കെട്ടിങ്ങായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീസറിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യണത്. ഫ്രീസറിലൊക്കെ വെച്ചു, സാധനം എടുത്തു. കണ്ട കേസ് സാധനം സെറ്റായില്ല. എൻ്റെ വീട്ടിലത്തെ ഫ്രീസർ കേടാണ്. ഒരു ദിവസം മൊത്തം വെച്ചിട്ടും സാധനം കട്ട പിടിച്ചില്ല. എന്തായാലും ഇത് പാളിപ്പോയിട്ടുള്ളൂ. നമുക്ക് മുറിക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ട, പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സാധനം സെറ്റായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, അതിൽ കിടക്കണ ആ ഒരു വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു സാറ്റിസ്ഫൈയിങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. റിവേഴ്സൊക്കെ ഇട്ടിട്ടൊരു സാറ്റിസ്ഫൈയിങ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ന്യൂ ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പോലത്തെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നൊരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ പോലെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് നോക്കാം. അതിൽ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ ആയില്ല. അത് ഫ്രീസർ വർക്കാവാത്ത കാരണം കൊണ്ട് സെറ്റായില്ല. ഫ്രീസർ ഇപ്പോൾ കട്ടാവണില്ല, അത് കേടായി. കുറേ വർഷമുള്ളൊരു ഫ്രിഡ്ജാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൊരു ഗ്രീൻ കളറ് പിഗ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്. ഔട്ട്പുട്ട് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ഉദ്ദേശിച്ച സംഭവം ഇതല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു സാധനമായിരുന്നു. ബലൂൺ വെച്ചിട്ട് ഫ്രീസർ കട്ടായി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ, ആ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ, നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീസർ വർക്കാവാത്ത കാരണം കൊണ്ട് കട്ടാവണില്ല. പിന്നെ എന്തായാലും ഫസ്റ്റ് പാർട്ട് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ദിവസം ഞാൻ തുറന്ന് നോക്കി, അപ്പോൾ നോക്കുമ്പോൾ കട്ടായിട്ടില്ല. അങ്ങനെ വീണ്ടും വെച്ചു, പിറ്റേ ദിവസം തുറന്ന് നോക്കി, അപ്പോൾ 2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് സാധനം കട്ടായിട്ടില്ല. അത് ഫ്രീസറിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ന്യൂ ഫ്രിഡ്ജ് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് കളയാൻ പറ്റില്ല. ഫോണിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോറേജ് ഫുൾ പോവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കളയേണ്ടി വരും. നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സംഭവം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെയ്ത് നോക്കാം എന്നുള്ളതിൽ ചെയ്തതാണ്. ഒരു സാറ്റിസ്ഫൈയും വീഡിയോ പോലെ നമുക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതുവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആയി കൊടുക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെക്കും എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ ഒരു പൊട്ടിപ്പാളീസായ ഒരു വീഡിയോ ഇതുവരെയും കണ്ടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാം കൊണ്ട് മൊത്തത്തിൽ സെറ്റായി ഗൈസ്. എന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പിഗ്മെൻറ്റ് കുറച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വൈറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ അതിലും കുറച്ചൊക്കെ ആയി. അങ്ങനെ മൊത്തത്തിൽ വീഡിയോ പാളീസായിക്കാണ്. എന്തായാലും ഇതുവരെയും വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വെറൈറ്റി കണ്ടൻറ്റായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു കണ്ടൻറ്റായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഓൾ.